Good morning, Abel. Good morning, ma'am. Textbook ഒക്കെ എടുത്ത് റെഡി ആണോ നിങ്ങൾ എല്ലാവരും? ഹോംവർക്ക് ഒക്കെ ചെയ്ത് മിസ്സിന് അയച്ചു തന്നിട്ടുണ്ടോ? എല്ലാവരും എഴുതി അയച്ചു തന്നിട്ടുണ്ട് അല്ലേ? നല്ല മക്കളാണെന്ന് തോന്നുന്നു അല്ലേ 5ാം ക്ലാസ്സുകാര്? മിസ്സിന്റെ മക്കൾ നല്ല മക്കളാണെന്ന് തോന്നുന്നു അല്ലേ? അബ്ദുൽ ബാസിത്തെ തെറ്റിയത് മനസ്സിലായില്ലേ? ആൻസറില് മിസ് പറഞ്ഞത് ക്ലിയർ ആക്കിയോ? ക്ലിയർ ആക്കിയിട്ടുണ്ട്. മക്കളെ ആൻസർ എഴുതിയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? മിസ് ഒന്ന് പറഞ്ഞു തരണോ ഒന്നുകൂടി? കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കാൻ കുറച്ചൊരു ടഫ് ഉണ്ട്. ശ്രമിച്ചാൽ പഠിക്കാൻ പറ്റും. അതിന്റെ മീനിങ് ഒക്കെ മനസ്സിലാക്കി വെച്ചാലേ പഠിക്കാൻ പറ്റുന്നതാണ്. അതിൽ ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മിസ് ഒന്നും കൂടി ക്വസ്റ്റ്യൻ ആൻസറും വായിച്ചു തരണോ? ആൻഡ്രോസ് എന്ത് പറയുന്നു? ഓരോ ലെസൺ കഴിയുമ്പോഴും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിക്കുക കേട്ടോ. ഓരോ ലെസൺ കഴിയുമ്പോഴും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലാസ്സിൽ നിന്നോ അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടോ മിസ്സിനോട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കി വെക്കണേ. അല്ലാതെ എക്സാം വരുമ്പോ ആ പാഠത്തിൽ എന്താണെന്നുള്ള സംശയം വരരുത് കേട്ടോ. ഗുഡ് മോർണിംഗ് മിസ്സേ, ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ അർത്ഥം എന്താ? ക്വസ്റ്റ്യന്റെ പറഞ്ഞേ ഒന്നുകൂടി. ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ അർത്ഥം എന്താ? ഞാൻ ആ ക്വസ്റ്റ്യന്റെ എല്ലാ ക്വസ്റ്റ്യന്റെയും ആൻസറും മീനിങ്ങും ഒന്നെല്ലാം ഒന്ന് പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങളെ നോട്ട് എടുത്ത് വെച്ചോ, നിങ്ങൾ എഴുതിയത് നോക്കിക്കോ. മിസ് അത് മിസ്സിന് അയച്ചെന്നല്ല, മിസ് കറക്റ്റ് ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ അയച്ചെന്ന നോട്ടെല്ലാം മിസ് കറക്റ്റ് ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളത് കറക്റ്റ് ആക്കി വെക്കണം, കേട്ടല്ലോ? അല്ലാതെ ഫോണിൽ മാത്രം കറക്റ്റ് ചെയ്യുന്ന അവസ്ഥ വരില്ലേ. അമേയ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ്. ഓക്കെ, നമുക്ക് തുടങ്ങാന്നല്ലേ. നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞ ക്ലാസ്സിലത്തെ ഫസ്റ്റ് ലെസന്റെ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ എഴുതി, നോട്ട് എഴുതി അല്ലേ? അപ്പൊ അയച്ചു തന്നിട്ടില്ല. എന്ത് പറ്റി ആഷിനെ? ഞാൻ അയച്ചു തന്നിട്ടുണ്ട്. ലോക്ക്ഡൌൺ ആയതുകൊണ്ട് എല്ലാം മറന്നുപോയോ? ഗ്രൂപ്പിലൊന്നും നോക്കാറില്ല? ക്ലാസ് ഗ്രൂപ്പില് കുറച്ചു പേര് മാത്രമേ അയച്ചുതരാൻ ബാക്കിയുള്ളവരുള്ളൂ. ഫെഡറിൻ ക്ലാസ് ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്കൊന്ന് ക്ലാസ് ഗ്രൂപ്പിലൊന്നും ചെക്ക് ചെയ്യണേ. പേരൻസിന്റെ കയ്യിലാണ് ഫോൺ എങ്കിൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? ഏതെങ്കിലും മിസ് ഏതെങ്കിലും നോട്ട് അയച്ചു തന്നിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യണം കേട്ടോ. അല്ലാതെ പേരൻസ് നോക്കിയിട്ട് പറയുന്ന ഒരു അവസ്ഥ വരരുത്. നിങ്ങളായിട്ടൊന്ന് ചെക്ക് ചെയ്യാം. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കവിതാമേ കിസേ രക്ഷക് കഹാ ഗയാ ഹെ. 2 ക്വസ്റ്റ്യൻ ഉണ്ട് ആ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ, കണ്ടോ? കവിതാമേ കിസേ രക്ഷക് കഹാ ഗയാ ഹെ ഔർ ക്യോ. 2 ക്വസ്റ്റ്യൻസ് കണ്ടല്ലോ. അപ്പൊ അതിന്റെ ആൻസേഴ്സും 2 ആൻസർ വരും അതിന്. എന്താണ് അതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ മീനിങ്? കവിതയിലെ ആരാണ് നമ്മുടെ വാച്ച്മാനായിട്ട്, കാവൽക്കാരനായിട്ട് ആരെയാണ് കവിതയിൽ കൊടുത്തിരിക്കുന്നത്? നമ്മുടെ ഹിമാലയ അല്ലെ? ഹിമാലയ. വെരി ഗുഡ്. ഔർ ക്യോ, എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? കവിതയിൽ പറയുന്നില്ലേ ഹിമാലയ നമ്മുടെ രക്ഷകനാണെന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വാച്ച്മാൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകുക എന്നുള്ള ആൻസർ കൂടി ഉണ്ട്. ഇപ്പൊ 2 ആൻസർ ആണ് ആ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ വരിക. അലൻ ഗുഡ് മോർണിംഗ് അലൻ. എന്തുകൊണ്ടായിരിക്കാം?
उत्तर में गड्ढा है. ആ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തർ. ഉത്തർ എന്ന് പറഞ്ഞാൽ എവിടെയാ? ഉത്തർ എന്ന് പറഞ്ഞാൽ എത്ര മീനിങ് ഉണ്ട് ഉത്തർ എന്നുള്ളതിന്? നമ്മൾ പൊതുവായിട്ട് ഉത്തർ എന്നുള്ളൊരു മീനിങ് പഠിച്ചിട്ടില്ലേ? പ്രശ്നം നിമ്നലിഖിത പ്രശ്നമൊക്കെ ഉത്തർ ലിഖോ. അങ്ങനെ പറഞ്ഞാൽ എന്താ? പറഞ്ഞു. നിങ്ങൾക്ക് അറിയുന്ന ആൻസർ പറഞ്ഞു എന്നോട്. Answer. താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യന്റെ ഉത്തരം അല്ലെങ്കിൽ ആൻസർ എഴുതുക. ഇവിടെ ഉത്തരം എന്നുള്ള മീനിങ് ആയിരിക്കോ വരുക? മിസ് പറഞ്ഞത് ഫസ്റ്റ് ലെസന്റെ ക്വസ്റ്റ്യൻ ആൻസർ നോട്ട് നിങ്ങൾക്ക് തന്നില്ലേ? അപ്പൊ ക്വസ്റ്റ്യനും അതിന്റെ ആൻസറിന്റെ മീനിങ്ങും ഒന്ന് നിങ്ങൾക്ക് ക്ലിയർ ആക്കാൻ വേണ്ടിട്ട് വീണ്ടും ഒന്നുകൂടി പറഞ്ഞിരുന്നു. എന്നാലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ? നമ്മളെ നോട്ട് ഗ്രൂപ്പിൽ അയച്ചു തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആ നോട്ട് അത് നോക്കി കോപ്പി അടിച്ചതുപോലെ അങ്ങ് എഴുതി വെച്ചു. പക്ഷെ നിങ്ങൾ അതങ്ങനെ അതിന്റെ മീനിങ് മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കണം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കവിതയിൽ ആരെയാണ് നമ്മൾ വാച്ച്മാനായിട്ട് കണക്കാക്കുന്നത്, അല്ലെങ്കിൽ രക്ഷകനായിട്ട് പറയുന്നത് എന്തുകൊണ്ട് എന്നുള്ള 2 ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റില്. കാജൽ, ഗുഡ് മോർണിംഗ്. അപ്പോ രക്ഷകനായിട്ട് പറയുന്നത്, വാച്ച്മാനായിട്ട് നമുക്ക് പറയുന്നത് ഭാരതത്തിലെ രക്ഷകനായിട്ട് ആരെയാണ് പറഞ്ഞത്? ഹിമാലയ പർവ്വതത്തെയാണ്. എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം ഉണ്ട് അല്ലെ? അപ്പൊ അവിടെയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഉത്തർ എന്താണ് ആൻസർ എഴുതുന്നത് പറഞ്ഞേ? വായിച്ചു ഒരാളെ വായിക്കാൻ. ഉത്തർ മേ ഘടാ ഹെ. ആര് ഉത്തർ മേ ഘടാ ഹെ? കോൺ? ഹിമാലയ. ഹിമാലയ ഉത്തർ മേ ഘടാ ഹെ എന്ന് എഴുതിയിട്ടുണ്ട് അല്ലെ? അതിൽ ഉത്തർ എന്നുള്ളതിന് ഞാൻ ഇപ്പൊ അത് പറയുമ്പോഴാണ് ഒരു ഡൗട്ട് വന്നത്. നിങ്ങൾക്ക് ഉത്തർ എന്ന് പറയുമ്പോൾ സംശയം വരും. നമ്മൾ കുറേ പ്രാവശ്യം നമ്മൾ ഉത്തർ എന്നുള്ള വേർഡ് കേട്ടിട്ടുണ്ട്. നിമ്നലിഖിത പ്രശ്നമൊക്കെ ഉത്തർ ലിഖോ. താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതുക അല്ലെ? ഇപ്പൊ ഇവിടെ ആൻസർ എന്നല്ല മീനിങ്. ഉത്തർ എന്ന് പറഞ്ഞാല് വടക്കു ഭാഗം. ഇതാണ് വടക്ക് ഭാഗം. കേട്ടല്ലോ? അപ്പോ വടക്ക് ഭാഗം നമ്മുടെ ഇന്ത്യയെ കവർ ചെയ്ത് ആര് നിൽക്കുന്നുണ്ട്? ഹൈറ്റില് ഹിമാലയ പർവ്വതം. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ഹിമാലയ പർവ്വതം ഇന്ത്യയുടെ രക്ഷകനാണ്, വാച്ച്മാൻ ആണെന്ന്. ആഷിൻ എന്റെ മോനെ ഡൗട്ട്? ആഷിൻ എന്താണ്? ക്വസ്റ്റ്യൻ ആൻസർ കണ്ടില്ലേ ഇതുവരെ? ഗ്രൂപ്പിൽ കണ്ടിട്ടുണ്ട്? ഗ്രൂപ്പിലില്ല. ഗ്രൂപ്പിൽ മൊത്തം എപ്പോഴാ ഇട്ടേ? കഴിഞ്ഞ ആഴ്ച തന്നെ ഇട്ടു. ക്ലാസ് കഴിഞ്ഞ് 3-ാം ദിവസം വെള്ളിയാഴ്ചയാണെന്ന് തോന്നുന്നു, ഫ്രൈഡേ ആണെന്ന് തോന്നുന്നു അയച്ചത്. ബാക്കി എല്ലാവരും എഴുതി. ബാക്കി എല്ലാവരും ഗ്രൂപ്പിൽ നോക്കിയിട്ടല്ലേ മക്കളെ എഴുതിയത്? പിന്നെന്താ ആഷിന് മാത്രം ഗ്രൂപ്പിൽ കിട്ടാൻ? എന്താണ്? ഓക്കെ, കിട്ടാത്തവരൊന്ന് എനിക്ക് പേഴ്സണലായിട്ട് ഒന്ന് അയച്ചു തരണേ. അത് ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതായിരിക്കാം, ഫോണിൽ നിന്ന്. ഗ്രൂപ്പിൽ എല്ലാവർക്കും അയച്ചതാണ്. അതിൽ കുറച്ച് കുട്ടികൾ മാത്രം അയക്കാൻ, എനിക്ക് ആൻസർ എഴുതി അയക്കാൻ വിട്ടുപോയിട്ടുണ്ട്. ഒന്ന് ഫെഡറിൻ, ആഷിൻ, അങ്ങനെ കുറച്ച് പേര്. അവരെന്ത് ചെയ്യാൻ ഒന്ന് പേഴ്സണലായിട്ട് ഒന്ന് എനിക്ക് അയച്ചാൽ വീണ്ടും ഗ്രൂപ്പിലേക്ക് അയക്കുമ്പോൾ അതെല്ലാ പേരൻസിനും ബുദ്ധിമുട്ട് വരും. അതുപോലെ ആൻസർ എന്ത് വർക്ക് ചെയ്യുന്നതും നിങ്ങൾ എനിക്ക് പേഴ്സണലായിട്ട് അയച്ചു തന്നാൽ മതി, ഗ്രൂപ്പിൽ അയക്കരുത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസറും ക്വസ്റ്റ്യനും മനസ്സിലായോ? ക്വസ്റ്റ്യന്റെ മീനിങ്ങും ആൻസറിന്റെ മീനിങ്ങും മനസ്സിലായോ എന്താണെന്നുള്ളത്? മനസ്സിലായിട്ടുണ്ട്? ക്ലിയർ ആയിട്ടുണ്ട്? ഞാൻ മക്കളോട് ഒരു കാര്യം പറയാം. ഒരു പാഠം എടുത്തു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ക്ലാസ്സിൽ തുറന്ന് പറയാം, മിസ്സേ എനിക്കത് മനസ്സിലായിട്ടില്ല, എനിക്കത് മനസ്സിലാക്കി തന്നിട്ട് മതി അടുത്ത പാഠം എന്നുള്ള രീതിയിൽ പറയാം നിങ്ങൾക്ക്. അത് നിങ്ങളെ ആരും ഒന്നും ഒരു പരാതിയും പറയില്ല, മിസ്സും നിങ്ങളൊന്നും പറയില്ല. ഞാൻ അങ്ങനെ പറഞ്ഞാൽ എന്തെങ്കിലും വിചാരിക്കോ മിസ്, അല്ലെങ്കിൽ എന്നെ ഇവിടെ എന്നെ വേർതിരിച്ച് വെക്കുമോ എന്നൊന്നും വിചാരിക്കണ്ട. നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനല്ലേ മിസ് ഇവിടെ ഇരിക്കുന്നേ. അപ്പൊ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇനി നിങ്ങൾക്ക് ക്ലാസ്സിൽ ചോദിക്കാൻ ബുദ്ധിമുട്ട് പേഴ്സണലായിട്ട് ഏത് സമയത്ത് വേണം ചോദിച്ചാൽ മിസ് ഏത് സമയത്തും പറഞ്ഞു കേട്ടല്ലോ. നിങ്ങൾക്ക് എപ്പോഴാ ഫോൺ ലഭിക്കുന്നത് ആ സമയത്ത് എപ്പോ വേണം നിങ്ങൾ എന്നെ വിളിച്ചോളൂ, അല്ലെങ്കിൽ സംശയം ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരും.
കേൾക്കുന്നുണ്ടല്ലോ? അല്ലാതെ ക്ലിയർ ആവാതെ നിങ്ങൾ ഇങ്ങനെ ബൈഹാർട്ടാക്കി പഠിച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് അത് എഴുതാൻ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ് പറഞ്ഞത് ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ ക്ലിയർ ആക്കിയിട്ട് തന്നെ പഠിക്കണം. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നമ്മൾ ലിഖിത പ്രശ്നമാണ് എഴുതുന്നത്. ലിഖിത പ്രശ്നമാണ് നമുക്ക് നോട്ട് ബുക്കിൽ എഴുതുന്നത്. മറ്റേത് വൈവയാണ്, നമ്മൾ ക്ലാസ്സിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ ആണ്. നമുക്ക് അതല്ല നോട്ടിലേക്ക് എഴുതേണ്ടത്. പേജ് നമ്പർ 6 ലാസ്റ്റ് കാണുന്ന ഭാഗത്ത് ലിഖിത പ്രശ്ന റിട്ടേൺ ക്വസ്റ്റ്യൻ ഉണ്ട്, അതേ എഴുതാൻ പാടുള്ളൂ. കണ്ടല്ലോ? അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കവിതാമേ വർണ്ണിത് പ്രാകൃതിക സുന്ദരതാക്ക. കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലേ, നമ്മൾ ഇങ്ങനെയുള്ള വാക്കുകളൊന്നും പഠിച്ചിട്ടില്ല. എന്നാലും സാരില്ല, കുറച്ച് നന്നായിട്ട് ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചാൽ മതി. പ്രാകൃതിക സുന്ദരത ഒന്നുമില്ല, അതൊന്ന് പ്രകൃതി വർണ്ണന. എന്റെ മലയാളം അതാണ്, പ്രകൃതി വർണ്ണിക്കുന്നത്. സുന്ദരതാക്ക വർണ്ണൻ ദോ തീൻ വാക്യോമേ ലിഖോ എന്നുണ്ട്, അല്ലെങ്കിൽ ദോ തീൻ വാക്യോമേ കരോ. അതായത് 1 വേർഡ് ക്വസ്റ്റ്യൻ ഒന്നല്ല, 2-3 ക്വസ്റ്റ്യൻ, അതായത് സെന്റൻസ് വരും. എന്താ ആശിനെ ഉറക്കം തൂങ്ങുന്നു രാവിലെ? എത്ര പേര് രാവിലെ ക്ലാസ്സില് സ്കൂളിൽ പോകുന്നത് പോലെ ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നുണ്ട്? ഒന്ന് തമ്പ് കാണിച്ചേ മക്കളെ. പ്രഭാതകൃത്യങ്ങളൊക്കെ ചെയ്ത് കുളിച്ച് നല്ല മക്കളായിട്ട് ഇരിക്കുന്നവർ എത്ര പേരുണ്ട്? തമ്പ് വെറുതെ കാണിക്കല്ലേ, മിസ്സിന് കൃത്യം മനസ്സിലാവുന്നുണ്ട് എത്ര പേര് ഉറങ്ങുന്നുണ്ട് എന്ന്. പല്ല് തേക്കാത്തവരെ വൃത്തി മിസ്സിന് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്. എത്രയോ പേര് പല്ല് തേക്കാതെ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ട് ഇല്ലേ? മിസ് പറയണ, ചൂണ്ടിക്കാണിക്കണ ആരാന്ന്? വേണ്ട അല്ലേ? അപ്പൊ അടുത്ത ക്ലാസ്സിൽ ശ്രദ്ധിക്കും. അപ്പം ബാക്കിയുള്ളവരൊക്കെ നന്നായിട്ട് ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നവരാണ് അല്ലെ? അപ്പൊ നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. ഇത് ആർക്കാണ് ഈ ക്ലാപ്പ്? ക്ലാസ്സില് നീറ്റായിട്ട്, അതായത് ഫ്രഷ് ആയിട്ട്, അതായത് ഉറക്കത്തിൽ എഴുന്നേറ്റ് ഇരിക്കുന്നതല്ലാതെ ഫ്രഷ് ആയിട്ട് ഇരിക്കുന്ന കുട്ടികൾക്ക് നല്ലൊരു ക്ലാപ്പ്. നല്ല മക്കള് കേട്ടോ, അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. എപ്പോഴും അങ്ങനെ ചെയ്യാം. എപ്പോഴും ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക? ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുക. അല്ലാതെ ഉറക്കത്തിൽ ഇങ്ങനെ എഴുന്നേറ്റ്, അമ്മ വിളിക്കുമ്പോൾ ഒന്ന് ഉറക്കത്തിൽ ഇങ്ങനെ എഴുന്നേറ്റ് ഇരിക്കുന്ന അവസ്ഥ വരുന്നത്. എന്നാലും നമ്മൾ എത്ര അതിരാവിലെ പഠിക്കുന്നോ അത്രയും നിങ്ങൾ തലയിൽ കയറും. അതിരാവിലെ എണീക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ? കുറച്ചു പേര് ബുദ്ധിമുട്ടുണ്ട് രാവിലത്തെ ക്ലാസ് എന്നൊക്കെ പറഞ്ഞു, മിസ് കേട്ടിരുന്നു. പക്ഷെ മിസ് അതിന് മറുപടി പറയാനിട്ടാണ്. ഇപ്പൊ നിങ്ങൾ ബുദ്ധിമുട്ടിയാലേ, ഇപ്പൊ കുറച്ചല്ലേ ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങൾക്ക് പിന്നെ ഭാവിയിൽ നല്ല സുഖമായിട്ട് വരും, നല്ലവരായിട്ട് മാറും, നിങ്ങൾ നല്ല ശീലങ്ങളായിട്ടും വരും കേട്ടോ. മിക്കവാറും ട്രൂ ലൈഫിലെ 5ാം ക്ലാസ്സിലെ കുട്ടികളായിരിക്കും നല്ല മക്കളായിട്ട് വരിക. കാരണം അവർക്ക് 7 മണിക്കാണ് ക്ലാസ്. അപ്പൊ അവർ രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുന്നുണ്ടാവും, ഇല്ലെങ്കിൽ 5-5:30 ആകുമ്പോഴേ എഴുന്നേറ്റ് ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ അവർ നല്ല മക്കളായിട്ട് വരും. അതിനുശേഷം ക്ലാസ് ഉള്ളവരോ മടിയന്മാരായിട്ട് അലസരായിട്ട് വരും. നിങ്ങളെ ചേട്ടന്മാരോ ചേച്ചിമാരോ ഉണ്ടെങ്കിൽ അവർക്ക് അതിന് ശേഷമായിരിക്കും ക്ലാസ് ഉണ്ടാവുക അല്ലെ? 7:45-നോ 8:30-നോ ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് തോന്നും അവർക്കാ നല്ലതായിരുന്നു തോന്നുന്നുണ്ടാവില്ലേ? പക്ഷെ എന്താണ്, അവര് മടിയന്മാരായിട്ട് വരും. നിങ്ങളാണ് നല്ല മക്കളായിട്ട് വരിക. അതിരാവിലെ പഠിച്ചാൽ നല്ല വിജയത്തിലെത്താൻ പറ്റും കേട്ടല്ലോ. അപ്പൊ ഇവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? കവിതാമേ വർണ്ണിത് പ്രാകൃതിക സുന്ദരത. ക്വസ്റ്റ്യൻ വായിക്കാൻ കിട്ടൂലേ നിങ്ങൾക്ക്? എബിൻ ബിജു 5:30 അയച്ചിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. കവിതാമേ വർണ്ണിത് പ്രാകൃതിക സുന്ദരത വായിക്കാൻ കിട്ടുമല്ലോ. പ്രാകൃതിക സുന്ദരത, കവിതയിൽ വർണ്ണിച്ചിരിക്കുന്ന പ്രകൃതിയെ കുറിച്ച്, അത് വർണ്ണിച്ചിരിക്കുന്ന വർണ്ണന, ആ പ്രകൃതിയെ, സൗന്ദര്യം. എത്ര സെന്റൻസ് എഴുതണം? 2-3 സെന്റൻസിൽ എഴുതാൻ. 1 പോരാ, 2 അതിൽ കൂടുതലോ സെന്റൻസിൽ എഴുതണം. പ്രകൃതി വർണ്ണന അത് എവിടെ കൊടുത്തിരിക്ക? പ്രകൃതി വർണ്ണന നിങ്ങൾക്ക് അറിയുന്ന പ്രകൃതി വർണ്ണനയല്ല, കവിതയിൽ കൊടുത്തിരിക്കുന്ന തന്നെ ഉണ്ട് ടെക്സ്റ്റില് ക്വസ്റ്റ്യൻ. കവിതാമേ വർണ്ണിത് പ്രാകൃതിക സുന്ദരതാക്ക. പ്രാകൃതിക എന്നാണ് മക്കളെ വായിക്കേണ്ടത്. അതെ, കുറച്ച് കുട്ടികൾക്ക് അത് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് മിസ് അത് കുറെ തവണ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. പ്രാകൃതിക സുന്ദരതാക്ക വർണ്ണൻ ദോ തീൻ വാക്യോമേ കരോ. 2-3 സെന്റൻസിൽ വർണ്ണിക്കുക. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? ക്ലിയർ ആയോ?
അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? കവിതയിൽ വർണ്ണിച്ചിരിക്കുന്നതിന് നമുക്ക് വേണം അല്ലെ? അപ്പൊ കവിതയിൽ എങ്ങനെയാണ് പ്രകൃതിയെ വർണ്ണിച്ചിരിക്കുന്നത്? കളകള കർത്തെ സുന്ദർ ഝർണ ബഹത്തി ഹേ. ആ ഈ സെന്റൻസ് പറയുമ്പോഴാണ് മക്കളെല്ലാവരും എഴുതിയിൽ ഝർണ ഝർണ എന്നുള്ള വാക്ക് തെറ്റിയിട്ടുണ്ട് കുറെ മക്കൾക്ക്. ഝർണ ഝർണ എന്ന് പറഞ്ഞ ഝാൻസി, നാലാമത്തെ ഝ. ഝർണ എന്ന് പറഞ്ഞ അരുവി, വെള്ളച്ചാട്ടം എന്നെല്ലാം പറയും കേട്ടോ. അരുവി, വെള്ളച്ചാട്ടം ഒക്കെ കണ്ടിട്ടുണ്ടോ? ആ മുമ്പേ കണ്ടിട്ടുണ്ടല്ലേ. കളകള കർത്തെ സുന്ദർ ഝർണ ബഹ്തി ഹേ. മിസ് അത് പറയാൻ കാരണമുണ്ട്. ഝർണ എന്നുള്ള വാക്ക് കുറച്ചു മക്കള് എഴുതിയത് തെറ്റാണ്, ക്ലിയർ ആക്കണം, ശരിയാക്കണം. ഝർണ നാലാമത്തെ ഛ. ആ ദേവാഞ്ജന ഇപ്പൊ കാണിക്കട്ടെ മോളെ. ദേവാഞ്ജന ക്ലിയർ ആണ്. തെറ്റിയവര് ഞാൻ ഫോണിൽ ഞാൻ തിരുത്തി റൗണ്ട് ഇട്ടിട്ട് അയച്ചിട്ടുണ്ടാവും. അപ്പൊ മക്കൾ അങ്ങനെയുള്ളവർ തിരുത്തിയാൽ മതി. ഓക്കെ. സുന്ദർ ഝർണ ബഹ്തി ഹേ. എന്താ അതിന്റെ മീനിങ്? കളകളാരവം മുഴക്കിക്കൊണ്ട് ആരൊഴുകുന്നുണ്ട്? അരുവികള് അല്ലെ, വെള്ളച്ചാട്ടം ഉണ്ടല്ലോ, ഉണ്ട്. ठंडी और मीठी हवा वन में बहती है. ठंडी തണുത്ത കാറ്റ്, തണുത്ത കാറ്റ്, കുളിർമയുള്ള കാറ്റ് എവിടുന്ന് വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്? കാടുകളിൽ നിന്ന്. പിന്നെ എന്താണ്? പുഷ്പഗന്ധ സേ ഹവാ ബി മഹത്തി ഹേ. തണുത്ത കാറ്റ് മാത്രല്ല, അത് നല്ല സ്മെല്ലുണ്ട്, നല്ല മണമുണ്ട്. ഏതിന്റെ മണം? ഏതിന്റെ മണമായിരിക്കും കാടുകളിൽ നിന്ന് വരുന്നത്? ബിരിയാണിയുടെ. ആ പൂക്കള് വിരിഞ്ഞതിന്റെ അല്ലേ, പൂക്കളുടെ സ്മെല്ല്. അതാണ് ഇവിടെ കവിതയിൽ കൊടുത്തിരിക്കുന്ന വർണ്ണന. അപ്പൊ 3 സെന്റൻസ് മാത്രമേ മിസ് എഴുതിയിട്ടു, അതിൽ കൂടുതൽ എഴുതാം. പക്ഷെ മക്കൾക്ക് പെട്ടെന്ന് അതൊരു 5 സെന്റൻസിൽ എഴുതിയ പഠിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് മിസ് കൃത്യം 3 സെന്റൻസ് മാത്രമാക്കിയിട്ടാണ് മിസ് എഴുതി അയച്ചത്. ഓക്കെ. ആ ക്വസ്റ്റിന്റെ ആൻസർ മനസ്സിലായോ? ക്വസ്റ്റിനും ആൻസറും കൃത്യമായി ക്ലിയർ ആയോ? ദേവപ്രിയ ക്ലിയർ ആയോ മോളെ? യെസ്. കൃപ ഓക്കെ. തേർഡ്, ഭാരത് की शोभा किन किन से है? ഭാരത് की शोभा किन किन से है? ഭാരതത്തിന്റെ, നമ്മുടെ ഇന്ത്യയുടെ ഭംഗി എന്ന് പറയുന്നത് ഏതിലാണ്? ഭാരത് की ബഹ്തി നദിയാം. ഒരു കോമയിടണം അവിടെ. ബഹ്തി നദിയാം കഴിഞ്ഞിട്ട് ഒരു കോമയിട. പിന്നെ ഊഞ്ചേ പഹാഡ് സേ ഹേ. ഉയരമുള്ള പർവ്വത നിരകളും പിന്നെയോ ഇന്ത്യയിലൂടെ ഒഴുകുന്ന കുറെ നദികളും. അതാണ് നമ്മുടെ ഇന്ത്യയുടെ ഭംഗി. ഭംഗി എന്ന് പറഞ്ഞാൽ പ്രകൃതി ഭംഗി. കേട്ടല്ലോ? ഇന്ത്യയിൽ വരുന്ന പ്രകൃതി ഭംഗി ഏറ്റവും കൂടുതൽ ഫസ്റ്റ് കാണപ്പെടുന്നത് ഏതിലൂടെയാണ്? ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികളുടെയും ഉയരമുള്ള പർവ്വത നിരകളും ഉള്ളത് കൊണ്ടാണ്. ക്ലിയർ ആയോ? മിസ് ഒന്നുകൂടി പറയാം. ഭാരത് की शोभा किन किन से है? भारत की बहती नदियां ऊंचे पहाड़ से है. ओके. नेक्स्ट പറയട്ടെ മിസ്. कविता के अनुसार हम भारतवर्ष का मान कैसे बढ़ाएंगे? എന്താ അതിന്റെ ചോദ്യം? കവിതയെ അനുസരിച്ച്, കവിത മനസ്സിലാക്കിയതിന് ശേഷം നമ്മള് പറഞ്ഞാൽ ഞങ്ങള്, നിങ്ങള്, ഞാനും നിങ്ങളുമായി, ഹം ഭാരതവർഷ കാ മാൻ, ഇന്ത്യയുടെ അഭിമാനം എങ്ങനെ വർദ്ധിപ്പിക്കുക? ഇന്ത്യയുടെ അഭിമാനം വർദ്ധിപ്പിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിന് മിസ് എന്താ ആൻസർ വന്നത്? ഹം ഭാരത് മേ. ആ ആൻസറും കുറച്ച് മക്കൾക്ക് തെറ്റുണ്ട്, ശരിയാക്കണേ. മിസ് പറയുമ്പോ ക്ലിയർ ആക്കണേ. ഹം ഭാരത് മേ പഠ് ലിഖ് കർ. നന്നായിട്ട് പഠിച്ചിട്ട് കേട്ടോ, അന്നന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നന്നായി പഠിച്ചിട്ട് അച്ഛാ നാഗരിക് ബൻ ജായേഗ എന്താവും? അല്ലെങ്കിൽ അച്ഛാ നാഗരിക് ബനായെങ്കിൽ എന്തായി മാറും? നല്ലൊരു പൗരനായിട്ട് മാറും. അപ്പൊ ആർക്കാണ് അതിന് അഭിമാനം? ഇന്ത്യയിലെ
നമ്മൾ എന്ത് ചെയ്യും? നന്നായി പഠിച്ച് എഴുത്തും വായനയൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് നല്ല പേര്, നല്ല പ്രശസ്തി ലഭിക്കും. അപ്പൊ ഇന്ത്യക്കും കൂടി പേര് വരും അല്ലെ? അപ്പൊ നമ്മൾ എന്തായാലും നല്ലൊരു പൗരനായിട്ടാണ് നാളെ മാറുക. നല്ലൊരു സമൂഹം കെട്ടിപ്പടുക്കാൻ നമുക്ക് പറ്റും. ആജ് കാ ബച്ച കൽ കാ നാഗരിക് ഹെ. കേട്ടിട്ടുണ്ടോ അത്? ആജ് കാ ബച്ച കൽ കാ നാഗരിക് ഹെ. ഇന്നത്തെ കുട്ടിയാണ് നാളത്തെ പൗരന്മാര്. അപ്പൊ ഇന്നത്തെ കുട്ടികൾ എന്ത് ചെയ്യണം? നല്ല ശീലങ്ങൾ, നല്ല സ്വഭാവങ്ങൾ ഏറ്റെടുത്താൽ നാളെ എന്താവും? സമൂഹം നല്ല രീതിയിൽ മുന്നോട്ട് പോകും. കേട്ടല്ലോ? ഇപ്പൊ ക്ലിയർ ആയോ അതിന്റെ ആൻസർ? നെക്സ്റ്റ്, ചമക്കെ ഇസ്കാ ഭാഗ്യ സിതാര കാ ക്യാ താല്പര്യ ഹെ. കവിതയിൽ കൊടുത്തിട്ടുണ്ട് ചമക്കെ ഇസ്കാ ഭാഗ്യ സിതാര. इसका भाग्य सितारा की तरह चमके है. कौन? हम. इसका भाग्य सितारा के तरह चमके है. ആരോ ഒരാള് ഇതില് ഭാഗ്യ നക്ഷത്രങ്ങളായി തിളങ്ങുന്നുണ്ട്. കോൻ? ആരാണ്? ഹം. നമ്മളല്ലേ ഇന്ത്യയിലെ നല്ല ഭാഗ്യ നക്ഷത്രങ്ങളായിട്ട് മിന്നി തിളങ്ങുന്ന ആരാണ്? നമ്മളാണ്. അപ്പൊ എന്താണ് അതിന്റെ മീനിങ്? ഭാരത് മേം സിതാരോ കി തരഹ് ഹം ചമക്തേ ഹേ. ആഷിനെ, എന്താ മോനെ ചിന്തിക്കുന്നേ? നമ്മൾ ഇങ്ങനെ മിന്നിത്തിളങ്ങോന്ന് ഇങ്ങനെ ചിന്തിക്ക. ഹം ഭാരത് മേം സിതാരേ കി തരഹ് ഹം ചമക്തേ ഹേ. ഇന്ത്യയിലെ സ്റ്റാർസിനെ പോലെ നമ്മൾ എന്ത് ചെയ്യും? മിന്നിത്തിളങ്ങിക്കൊണ്ടേയിരിക്കും. അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത്? നന്നായിട്ട് പഠിക്കണം, നല്ല കഴിവുകൾ വേണം, നല്ല പ്രശസ്തി നേടണം. അല്ലേ? അല്ലാതെ മോശമായിട്ട് വളർന്ന് ഒന്നും പഠിക്കാതെ ഇങ്ങനെ മടിയനായിട്ട് ഇങ്ങനെ വളർന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല പേരും പ്രശസ്തിയും കിട്ടുവോ? ഇല്ല അല്ലേ? നല്ല മക്കളായിട്ട് വളരണം. അപ്പൊ 5 ക്വസ്റ്റ്യന്റെ മീനിങ്ങും ആൻസറിന്റെ മീനിങ്ങും മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ വല്ലതും ആ ലെസണില്? ക്ലിയർ ആയി? അപ്പൊ അതില് നമുക്ക് നെക്സ്റ്റ് പേജിലാണ് പറയാൻ വിട്ടുപോയത് അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിൽ ബാക്കി പറയാനുള്ളത് പേജ് നമ്പർ 8. 7th ഫുള്ള് നമ്മൾ കഴിഞ്ഞു. പേജ് നമ്പർ 8 ആണ് നമുക്ക് പറയാനുള്ളത് അല്ലെ? മിസ് പറയട്ടെ? എല്ലാവരും പേജ് നമ്പർ 8 എടുത്തു വെച്ച മുന്നിലെ പേജ് നമ്പർ 8. കുറച്ച് ഗ്രാമർ ഭാഗമാണ്. കുറച്ച് ഗ്രാമർ ഭാഗമുണ്ട് അതിൽ. കുറച്ച് ഗ്ലാമർ വേണ്ടേ നമുക്ക് 5ാം ക്ലാസ്സിലെ മക്കൾക്ക്? ഇങ്ങനെ ഹിന്ദി പഠിച്ചിട്ട് പോയ പോരാ, കുറച്ച് ഗ്ലാമർ വേണം. കുറച്ച് ഗ്ലാമർ അറിഞ്ഞാലേ ഹിന്ദിയിലെ കുറച്ചും കൂടി അറിവ് കിട്ടൂലോ. അപ്പൊ നമുക്ക് ഗ്ലാമർ കിട്ടാനൊരു വഴിയാണിത്. നോക്കാം. എന്താണ് ആ ഒരു ബ്ലൂ കളറിൽ കണ്ടോ കൊടുത്തിരിക്കുന്നത്? ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്നത് കണ്ടോ നിങ്ങള്? ഒരു പാരഗ്രാഫ്. അതില് വിശേഷണം എന്താണെന്നും വിശേഷം എന്താണെന്നാണ് ആ ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്നത്. മിസ് അത് ക്ലിയർ ആക്കി പറഞ്ഞുതരാം. വിശേഷണം എന്ന് പറഞ്ഞാല് നമ്മള് നാമത്തെയോ സർവനാമത്തെയോ വിശേഷിപ്പിക്കുന്ന ശബ്ദമാണ്. നൗണിനെയോ പ്രോനൗണിനെയോ വിശേഷിപ്പിക്കുന്ന ഏതെങ്കിലും വാക്കുകൾ ഉണ്ടെങ്കിൽ അവയാണ് വിശേഷണം. ക്ലിയർ ആയോ? നൗണിനെയോ പ്രോനൗണിനെയോ അല്ലെങ്കിൽ നാമത്തെയോ സർവനാമത്തെയോ വിശേഷിപ്പിക്കുന്ന ശബ്ദം ഏതുണ്ടോ അവയാണ് എന്ത്? വിശേഷണം. മിസ് ഇപ്പൊ ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എക്സാമ്പിൾ പറയാം. ഠണ്ടാ പാനി. എന്താണ്? ഠണ്ടാ പാനി. എന്താ ഠണ്ടാ പാനി എന്ന് പറഞ്ഞാലേ? തണുത്ത വെള്ളം എന്നാണല്ലേ? അപ്പൊ ഈ വെള്ളം എന്നുള്ളത് സംജ്ഞയാണ്, ഒരു നാമമാണ്. വെള്ളം അതിനെ വിശേഷിപ്പിച്ചതാണ് എന്ത്? ഠണ്ട, തണുത്ത എന്നുള്ളത്. അപ്പൊ ഇതിലേതാ വിശേഷണം? ഠണ്ട. മനസ്സിലായോ? ഒരു നാമത്തെയോ സർവനാമത്തെയോ ഏത് വാക്കുകൊണ്ടാണോ
വിശേഷിപ്പിക്കുന്നത് അവയാണ് വിശേഷണം. ഇപ്പൊ മീഠാ ഫൽ, മീഠാ ഫൽ, ഫൽ എന്ന് പറഞ്ഞാൽ പഴം, മീഠ മധുരമുള്ള. അപ്പൊ അതിലേതാ വിശേഷണം വരിക? മീട്ട, മീഠ, മീഠ, കറക്റ്റ്. അതുപോലെ അച്ഛാ ലഡ്ക, അച്ഛാ ലഡ്ക, അതിലേതായിരിക്കും വിശേഷണം? അച്ഛ, അച്ഛ. അപ്പൊ ഇതില് വിശേഷിപ്പിച്ച ഒരു സംഭവമില്ലേ, ഒരു നാമമില്ലേ? ഡണ്ടാ പാനി എന്നുള്ളതിലും മീഠാ ഫൽ എന്നുള്ളതിലും അച്ഛാ ലഡ്ക എന്നതിലും ഒക്കെ വിശേഷിപ്പിച്ച ഒരാളുണ്ടല്ലോ, അതിന് നമ്മള് വിശേഷ്യ എന്ന് പറയും. എന്താ പറയാ? വിശേഷ്യ. ഏതിനെയാണോ വിശേഷിപ്പിക്കുന്നത് അതിനെ വിശേഷ്യ എന്ന് പറയും. നാമത്തെയോ സർവനാമത്തെയോ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ അവ എന്ത് പറയും? വിശേഷണം എന്ന് പറയും. ഇനി മിസ് പറഞ്ഞുതരാം. ഒന്ന് കുറച്ച് കാര്യം മനസ്സിലാക്കി വെച്ചാൽ മതി. എന്താണ് വിശേഷണം? ഇപ്പൊ ഡണ്ടാ പാനി തന്നാൽ അതിൽ ഏതാണ് വിശേഷണം, അങ്ങനെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. കാലി ബില്ലി, കറുത്ത പൂച്ച, കാലി ബില്ലി. അപ്പൊ അതിൽ ഏതാണ് വിശേഷണം വരിക? കാലി, കാലി. കാലി. എന്തായാലും ടീച്ചർ ഫ്രീ ആകുമ്പോ അയച്ചു തരാൻ പറ്റുമോ ടീച്ചറെ? എങ്ങനെയാണ്? എനിക്കൊന്നും മനസ്സിലായില്ല. ടീച്ചർ അയച്ചു തരാൻ പറ്റുമോ? ക്വസ്റ്റ്യൻ ആൻസർ മിസ് ഇന്നല്ല, നിങ്ങള് ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ, ഇന്ന് വൈകുന്നേരം വരെ മിസ്സിന് ക്ലാസ് ഉണ്ട്. ഇന്ന് നിങ്ങള് പേഴ്സണലായിട്ട് ഒന്ന് മിസ്സിന്റെ നമ്പറിലേക്ക് അയച്ചു തരണം. അപ്പൊ മിസ് ആ നമ്പറിൽ അയച്ചു തരാം. കിട്ടാത്തവര്. ദേവാഞ്ജന എന്ത് പറഞ്ഞോളൂ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നീ എഴുതിയിട്ടുണ്ടല്ലോ. മിസ്സിനെ അയച്ചപ്പോ നീ എഴുതിയിട്ടുണ്ടല്ലോ. ഏതാണ് കിട്ടാത്തതെന്ന് മിസ്സിനൊന്ന് വീണ്ടും ഒന്ന് അയച്ചാൽ മതി പേഴ്സണലായിട്ട് കേട്ടോ. ഏതാണ് അവരവർക്ക് എഴുതാൻ കിട്ടാത്ത വെച്ചാൽ അതൊന്ന് അയച്ചാ. ഓക്കെ. നാലാമത്തെ കിട്ടിയിട്ടില്ല. അതിന്റെ 5 ക്വസ്റ്റ്യൻ ആൻസറും മിസ് ഗ്രൂപ്പിൽ അയച്ചെന്നല്ലേ? അത് ക്ലിയർ ആയിട്ടാ. ക്ലിയർ ആവാത്തവര് പേഴ്സണലായിട്ട് മിസ്സിനോട് ചോദിച്ചാൽ മിസ് അത് ക്ലിയർ ആയിട്ട് അയച്ചു തരും. പേടിക്കണ്ട കേട്ടോ. അത് വീണ്ടും മിസ് ഗ്രൂപ്പിൽ അയക്കുമ്പോ ബാക്കിയുള്ള പേരൻസിന് പ്രശ്നങ്ങളാവും. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് എന്നോട് പേഴ്സണലായിട്ട് ചോദിച്ചോ. അങ്ങനെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്, ഞാൻ മിസ് അങ്ങനെ അയച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏതാണ് ക്വസ്റ്റ്യൻ ആൻസർ വേണ്ടത് അത് മാത്രം അയച്ചുതരാം. ഓക്കെ, നോക്ക്. संज्ञा और सर्वनाम की विशेषता बताने वाले शब्द विशेषण कहलाता है. ടെക്സ്റ്റ് ഒന്ന് പെൻസിൽ കൊണ്ട് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. നിങ്ങൾ എല്ലാവരുടെയും ഫോൺ മ്യൂട്ട് ആക്കി തന്നെ വെച്ചേ. ചോദിക്കുമ്പോ മാത്രം അൺമ്യൂട്ട് ആക്കിയാ മതി. ദേവപ്രിയ, എബിൻ, ഓക്കെ. നിങ്ങളുടെ സൗണ്ട് ഇങ്ങോട്ട് വരില്ലേ, അപ്പൊ ബാക്കിയുള്ളവർക്ക് കൂടി ബുദ്ധിമുട്ടാണ്. നോക്ക്, മിസ് വായിക്കുന്നത് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞാല് ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ നിങ്ങൾ അത് നോക്കി ഒന്ന് വായിച്ച് പഠിക്കണം. നോട്ടിലേക്കൊന്നും എഴുതണ്ട, ഒരുപാട് ഹോംവർക്ക് ആവും. അപ്പൊ മിസ് വായിക്കുന്ന സെന്റൻസ്, ഇപ്പൊ പറഞ്ഞ സെന്റൻസ് മാത്രം ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. എന്താണ് വിശേഷണം? സംജ്ഞ और सर्वनाम की विशेषता बताने वाले शब्द विशेषण कहलाते हैं. adjectives. വിശേഷണം എന്ന് പറഞ്ഞാല് adjective. അത് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്യാമോ? സമയം കിട്ടുമ്പോ ഒന്ന് ടെക്സ്റ്റ് ഒക്കെ വായിക്കുമ്പോ ഒന്ന് പഠിച്ചു വെച്ചോ കേട്ടോ, എന്താണ് വിശേഷണം എന്ന്. ജൈസെ, എക്സാമ്പിൾ, ലാൽ ഫൂൽ, ബഡാ ഘർ, സുന്ദർ ബച്ച ആദി. ഇൻ ഉദാഹരണവും സെ, മുതലായ ഉദാഹരണങ്ങളില്
മുതലായ എക്സാമ്പിള് അതില് ലാൽ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നത് ലാൽ ബഡാ ഔർ സുന്ദർ ശബ്ദ് ഫൂൽ ഘർ തഥാ ബച്ചേ കി വിശേഷത ബതാ രഹേ ഹെ ഇവരുടെ വിശേഷതയാണ് പറയുന്നത് അതുകൊണ്ട് ഇസലിയെ യേ വിശേഷൺ ഹെ അതുകൊണ്ട് അവയാണ് എന്ത് വിശേഷണ ശബ്ദം ഏതൊക്കെ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നത് ലാൽ ബഡാ സുന്ദർ അപ്പൊ വിശേഷണം എന്താന്ന് ഏകദേശം കുറച്ചെങ്കിലും മനസ്സിലായോ ओके നെക്സ്റ്റ് ഉദാഹरण के अनुसार ഇനി താഴെ കൊടുക്കുന്ന എക്സാമ്പിൾ അനുസരിച്ച് വിശേഷത बताने वाले शब्दों को रेखांकित करो और सामने लिखो എന്ത് വേണം താഴെ കൊടുക്കുന്ന സെന്റൻസിലെ വിശേഷണ ശബ്ദം ഉണ്ടെങ്കിൽ ആ സെന്റൻസിൽ ആദ്യം അണ്ടർലൈൻ ചെയ്യുക അതിനുശേഷം വലത് സൈഡിലേക്ക് എടുത്തെഴുതുക ഇപ്പൊ തന്നെ എഴുതാൻ റെഡി ആയിക്കോ അത് കുറച്ച് ചെറിയ ചെറിയ വാക്കുകളാണ് എഴുതിയിട്ടുണ്ട് മിസ് എഴുതി അയച്ചിട്ടുണ്ട് പക്ഷെ മിസ് അത് അയച്ചു തന്നിട്ടുണ്ട് എന്നാലും ഒന്ന് ക്ലിയർ ആക്കാം ഒന്നാമത് ഗംഗ മാം കി നിർമ്മൽ ധാര അതിലേതാ വിശേഷ ശബ്ദം നിർമ്മൽ നെക്സ്റ്റ് പറഞ്ഞോളൂ മിസ് ഇപ്പൊ ഏതാ പറയുന്നത് ഹോംവർക്ക് പറഞ്ഞില്ലേ മിസ് ഇപ്പൊ പറഞ്ഞത് പേജ് നമ്പർ 8 പേജ് നമ്പർ കഴിഞ്ഞ ക്ലാസ്സില് നോട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ തന്നില്ലേ അത് മിസ് ഒന്നുകൂടി ക്ലിയർ ആക്കാൻ വേണ്ടി പറഞ്ഞത് മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഹോംവർക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് തന്നു അയച്ചതെന്നു നിങ്ങൾ അത് നോക്കി എഴുതിയെടുത്തിട്ടുണ്ട് അപ്പൊ അത് എന്താണെന്ന് മിസ് ഒന്നും കൂടി വിവരിച്ചു തരുന്നത് ക്ലിയർ ആക്കാൻ വേണ്ടി ഡൗട്ട് ഒന്നും ഇല്ലാതെ പോകണം പഠിക്കുന്ന കാര്യം നല്ല നീറ്റായി മനസ്സിലാക്കിയിട്ട് തന്നെ പോകാം ഓക്കെ ഗംഗ മാം കി നിർമ്മൽ ധാര അതിൽ വിശേഷ ശബ്ദം നിർമ്മൽ സെക്കൻഡ് ഡണ്ടി മീട്ടി ഹവാ ജോ ഡാലെ ഇതിലേതാണ് വിശേഷ ശബ്ദം ഉണ്ടാവുക ഡണ്ടി മീട്ടി തണുത്തതും മധുരമുള്ളതും എന്ന് പറഞ്ഞാല് സ്മെല്ലുള്ളതും ഡണ്ടി മീട്ടി നെക്സ്റ്റ് അപ്പൊ ഡണ്ടി മീട്ടി എന്നുള്ളതിന്റെ അടിയിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്തേ അണ്ടർലൈൻ ചെയ്യുക എന്നിട്ട് വലതുഭാഗത്തേക്ക് എടുത്തെഴുതുക അങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് അണ്ടർലൈൻ ചെയ്യുക ആദ്യം അതിനുശേഷം വലതുഭാഗത്തേക്ക് എടുത്തെഴുതുക നെക്സ്റ്റ് വന്മേ കാലി കോയൽ പോലെ കാലി കോയൽ കറുത്ത കുയില് അതിലേതാണ് കാലി കറുത്ത കാലി ഒരു വക കളേഴ്സ് എല്ലാം വിശേഷണ ശബ്ദത്തിൽ വരും നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസില് ഏതാണോ വിശേഷണം അതായത് ഏതെങ്കിലും കളേഴ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ വിശേഷണ ശബ്ദത്തിൽ വരും കേട്ടോ നീലേ ആകാശ് നീലേ ആകാശ് നീലാകാശം നീല എന്നുള്ളത് വിശേഷണ ശബ്ദമാണ് കേട്ടോ അതുപോലെ നെക്സ്റ്റ് ബഹ്തി മീട്ടി സുഗന്ധധാര സുഗന്ധ് സുഗന്ധ് വെരി ഗുഡ് സുഗന്ധ ധാര എന്നുള്ളതിൽ എന്താണ് സുഗന്ധ് ഇനി നെക്സ്റ്റ് നോക്ക് ഉദാഹरण के अनुसार വാക്യ ലിഖോ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് നമ്മുടെ കവിത തന്നെ ഓരോ ലൈൻ അവിടെ കൊടുത്തിട്ടുണ്ട് അത് സെന്റൻസ് ആക്കി എഴുതണം മാറ്റി എഴുതണം ഫസ്റ്റ് ബഹ്തി ഹേ ജിസ്കി ചോട്ടി സേ ബഹ്തി ഹേ ജിസ്കി ചോട്ടി സേ എന്ന് പറഞ്ഞാൽ സെന്റൻസ് ആയി വരുമ്പോ എന്ത് വരും ജിസ്കി ചോട്ടി സേ ബഹ്തി ഹേ ഏത് കൊടുമുടിയിൽ നിന്നാണോ ഏത് മലയിൽ നിന്നാണോ ഉത്ഭവിക്കുന്നത് ഒഴുകുന്നത് എന്നാവും തിരിച്ചു വേണം അതേപോലെ ബാക്കിയുള്ളവ എഴുതാനുണ്ട് യഹി ഹുയേ ഥേ രാഘവ സീത എന്താ സെന്റൻസ് ആയി വരിക രാഘവ സീത യഹി ഹുയേ ഥേ
രാഘവ സീത യഹി ഹുയേ ഥേ. കൃപ മനസ്സിലാവുന്നില്ലേ മോളെ? ഓക്കെ. അല്ല, ഒന്നും മിണ്ടുന്നേ ഇല്ല, സൈലന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്, വിളിച്ചതാണ്. യഹി എന്താണ്? രാഘവ സീത യഹി ഹുയേ ഥേ. ക്രിസ്റ്റി എഴുതുന്നുണ്ടോ? എഴുതി കഴിഞ്ഞോ? ആ, എഴുതിയിട്ട് അവിടെ വെച്ചാ പോരാ. ഫസ്റ്റ് ലെസൺ ടെക്സ്റ്റിലെയും നോട്ടിലെയും വർക്ക് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ കംപ്ലീറ്റ് ആക്കിയിരിക്കണം. നെക്സ്റ്റ്, ഗൂഞ്ചി യഹീം പർ പാവന ഗീത. ഗൂഞ്ചി യഹീം പർ പാവന ഗീത. എന്താണ് അങ്ങനെ പറഞ്ഞാലേ? യഹീം പർ പാവന ഗീത ഗൂഞ്ചി ഹേ. പാവന ഗീത എന്ന പവിത്രമായ ഭഗവത്ഗീത. ഗൂഞ്ചി ഹേ മുഴങ്ങി കേൾക്കുന്നു. യഹീം പർ പാവന ഗീത ഗൂഞ്ചി ഹേ. എന്താണ് മീനിങ്? ഇവിടെ പവിത്രമായ ഭഗവത്ഗീത മുഴങ്ങി കേൾക്കുന്നു എന്നാണ്. അപ്പൊ സെന്റൻസ് ആയിട്ട് വരുമ്പോ യഹീം പർ പാവന ഗീത ഗൂഞ്ചി ഹേ. ക്ലിയർ ആയോ? മിസ്സേ, എന്താണ്? മൂന്നാമത്തെ ഒന്നും കൂടെ പറയോ? യഹീം പർ സെന്റൻസിൽ ഉണ്ടത്. യഹീം പർ പാവൻ ഗീത ഗൂംജിന് വേണ്ടി ഹേന്ന് നിങ്ങൾ ചേർത്താൽ മതി. യഹീം പർ പാവന ഗീത ഗൂംജി ഹേ. ഗൂംജിന മുഴങ്ങി കേൾക്കുക. എഴുതിയോ? രണ്ടാമത്തെ എന്താ? രണ്ടാമത് എന്താണ്? രാഘവ സീത യഹീം ഹുയേ ഥേ. രാഘവ സീത യഹീം ഹുയേ ഥേ. എഴുതിയല്ലോ. സിമ്പിൾ വർക്കല്ലേ ഇത്? വേഗം അത് അങ്ങോട്ട് മാറ്റി എഴുതേ വേണ്ടു. നിങ്ങൾ എന്താ ഇത്രക്കെല്ലാം പണിയെടുക്കുന്നേ? അതൊരു ബുദ്ധിമുട്ടാ? മിസ്, യെസ്. നോട്ടിലേക്ക് എഴുതണോ? വേണ്ട വേണ്ട. അന്നേ കഴിഞ്ഞ ക്ലാസ്സിലേ പറഞ്ഞു നോട്ടിലേക്ക് അനാവശ്യങ്ങളൊന്നും വാരി വലിച്ചെഴുതണ്ട. അതൊക്കെ ടെക്സ്റ്റില്. വേർഡ് മീനിങ്, വിലോമ ശബ്ദം ഉണ്ടെങ്കിൽ അത്, പര്യായ പദം ഉണ്ടെങ്കിൽ അത്, അതുപോലെ സമാനാർത്ഥി ശബ്ദം ഉണ്ടെങ്കിൽ അത്, പിന്നെ അതിന്റെ കൂടെ ക്വസ്റ്റ്യൻ ആൻസർ മാത്രം. അതന്നെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ബാക്കിയുള്ളവൊക്കെ ടെക്സ്റ്റിലും മതി. പക്ഷെ ടെക്സ്റ്റ് മറിച്ച് നോക്കാതെ വെക്കല്ലേ, പഠിച്ചു വെക്കണം. ഓരോ പേജും മനസ്സിലാക്കി വെക്കണം. ഓക്കെ, നെക്സ്റ്റ് പറയട്ടെ. लगता सबके मन को प्यारा. सबके मन को प्यारा लगता है. सबके मन को प्यारा लगता है. തിരിച്ചെഴുത്. सबके मन को प्यारा लगता है. എല്ലാവരുടെയും മനസ്സിനെ സ്നേഹിപ്പിക്കുന്നത്, കുളിർമയേൽപ്പിക്കുന്നതിനാല് ഇഷ്ടപ്പെടുന്നു. सबके मन को प्यारा लगता है. सबके मन को प्यारा लगता है. എഴുതിയോ മക്കളെ? എന്താണ്? കഴിഞ്ഞു. കഴിഞ്ഞു എന്നല്ലേ പറഞ്ഞത്? അതിലെന്തെങ്കിലും സംശയം ഉണ്ടോ മക്കളെ? ഇല്ല. ഇല്ല.